ദൈവത്തിനോട് പാപമോചനം തേടി ദൈവത്തിനെ സ്നേഹിക്കുക, ദൈവത്തിലേക്ക് തിരിച്ചു പോവുക. അവർ ജീസസിനെ കൊന്നിട്ടുമില്ല, കുരിശ് കയറ്റിയിട്ടുമില്ല. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കണേ, കർത്താവേ കർത്താവേ നീ എന്നെ എന്തുകൊണ്ട് കൈവിട്ടു. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതല്ല, ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ച കാര്യമല്ല പോള് പഠിപ്പിച്ചത്. ഡെവലപ്പ് ചെയ്തെടുത്തതും അതിനെ പ്രചരിപ്പിച്ചതും ഇതെല്ലാം പോൾ. ഇപ്പോൾ നിങ്ങൾ പന്നിമാംസം കഴിച്ചോ, നിങ്ങൾ വെള്ളം അടിച്ചോ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മാർക്കം ചെയ്യേണ്ട ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളിപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സെയിൻറ്റ് പോളിനെ ഫോളോ ചെയ്യണോ അല്ല ജീസസ് ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യണോ? അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യേശു ക്രിസ്തുവിനെ, ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തെ വളരെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ പാതകൾ വേറെ വേറെയാണ്, പക്ഷെ നമ്മൾ രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ പാതകൾ ഞാൻ വേറെ വേറെ ആണെങ്കിലും ഇത് ഒരു പാത ആയിരിക്കണമായിരുന്നു. ജീസസ് ക്രൈസ്റ്റ് വന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അത് തന്നെയാണ് പഴയ അതിന് മുമ്പുള്ള പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ പഴയ പ്രവാചകന്മാർ പഠിപ്പിച്ച അതേ കാര്യങ്ങളാണ് പ്രവാചകൻ മുഹമ്മദും പഠിപ്പിച്ചത്. അപ്പോൾ ജീസസിൻ്റെ മാത്രം ഇടയിൽ ആ ജോൺ ദ ബാപ്റ്റിസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ പ്രോഫറ്റ് മുഹമ്മദ്, ഇവർ രണ്ടുപേരുടെ ഇടയിൽ ജീസസിൻ്റെ മാത്രം കാര്യങ്ങൾ, ജീസസ് പഠിപ്പിച്ച കാര്യങ്ങൾ വേറെയാണെന്ന് പറയുമ്പം അതിനകത്ത് എന്തോ ഒരു പന്തികേടുണ്ട്, എന്തോ ഒരു പെശകുണ്ട്. അതാണ് ഇന്ന് എൻ്റെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് പറയപ്പെടുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പറയപ്പെടുന്നത് ആദം തൊട്ട് ആദിമ മനുഷ്യനായ ആദം മുതൽ ജീസസ് വരെ 4000 വർഷം ഉണ്ടെന്നാണ് പറയുന്നത്. 4000 വർഷം. യഥാർത്ഥത്തിൽ ഖുർആൻ അങ്ങനൊരു സമയം പരിമിതി ഇടുന്നില്ല, ഒരു ടൈം പീരീഡ് പറയുന്നില്ല, അത് 4000 ആണെന്നുള്ളത്. സയൻസ് പറയുന്നത് അതിനേക്കാളും വളരെ കൂടുതലാകും. കാര്യം ഈ മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങളൊക്കെ, പഴയ അസ്ഥികൂടങ്ങളൊക്കെ എടുത്തത് കിട്ടിയിട്ടുള്ളത് വെച്ച് നോക്കുമ്പം 100 കണക്കിന് വർഷങ്ങളാണ് അത് കാണിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ വിഷയമല്ല. 4000 എങ്കിൽ 4000, നോ പ്രോബ്ലം. അത് ഇവിടുത്തെ ചർച്ച വിഷയമല്ല. ഈ 4000 കൊല്ലെന്ന് പറയുന്ന ആ സമയത്തിനിടയിൽ വന്ന എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് ഒറ്റ കാര്യമാണ്. അതായത് ദൈവത്തിനെ ആരാധിക്കുക, ദൈവത്തിനെ വണങ്ങുക, ദൈവത്തിനോട് അർപ്പണങ്ങൾ ചെയ്യുക, ആ ദൈവത്തെ സ്നേഹിക്കുക. ഇതാണ് എല്ലാവരും പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് ജീസസ് ക്രൈസ്റ്റിൻ്റെ വാക്കുകളിൽ നമുക്കിത് കാണാം. ഓക്കെ, അത് വേറെ കാര്യം. പക്ഷേ ഇതേപോലെ തന്നെ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ലാസ്റ്റ് വന്ന ജീസസ് ക്രൈസ്റ്റ് തൊട്ട് മുമ്പ് വന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റ് പോലും പറഞ്ഞുകൊണ്ടിരുന്നത് റിപ്പൻറ്റ്, അതായത് പാപമോചനം തേടുക, ദൈവത്തിൻ്റെ അതായത് കിങ്ഡം ഓഫ് ഹെവൻ എത്താറായി, പാപമോചനം തേടുക. നിങ്ങൾ ബേസിക്കലി അദ്ദേഹം പറഞ്ഞിരുന്നത്, ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞിരുന്നത്, ദൈവത്തിലേക്ക് തിരിച്ചു പോവുക, ദൈവത്തിനോട് പാപമോചനം തേടി ദൈവത്തിനെ സ്നേഹിക്കുക, ദൈവത്തിലേക്ക് തിരിച്ചു പോവുക. ഇതാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞത്. ഇനിയിപ്പം നമ്മൾ കാണുന്നത് ഈ ജീസസ് ക്രൈസ്റ്റ് പോലും നമ്മൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ സ്വന്തമായിട്ടുള്ള വാക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് പറയുന്ന ഒരു കാര്യം, മത്തായി 5-ാമത്തെ ചാപ്റ്ററിൽ 17 തൊട്ട് 19 വരെയുള്ള വചനങ്ങളിൽ ജീസസ് ക്രൈസ്റ്റ് പറയുന്നതാണ്. ഓക്കെ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് പറയുന്നത് ഈ കമാൻഡ്മെൻറ്റിൽ, ഓക്കെ, നോട്ട് ഈവൻ എ ജോട്ട് ഓർ എ ടൈറ്റിൽ, അതായത് ഈ ന്യായപ്രമാണത്തിൽ ഒരു കുത്തോ ഒരു വള്ളിയോ പുള്ളിയോ ഒന്നും പോകാൻ പാടില്ല. അത് മാറ്റാനല്ല ഞാൻ വന്നത്, ന്യായപ്രമാണത്തിനെ മാറ്റാനല്ല ഞാൻ വന്നത്, അതായത് അതിനെ നിർത്താനോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനോ മാറ്റാനോ അതിനെ ഒഴിവാക്കാനല്ല ഞാൻ വന്നത്, അതിനെ നിവൃത്തി ചെയ്യാൻ, അതായത് ഫുൾഫിൽ ചെയ്യാൻ, അതിനാണ് ഞാൻ അതിന് കംപ്ലീറ്റ് ചെയ്യാനാണ് വന്നത്, അത് കൊണ്ടുവരാനാണ് വന്നത്, അതായത് ഞാനത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ഞാൻ വന്നതെന്നാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ജീസസ് ക്രൈസ്റ്റ്, ജോൺ ദ ബാപ്റ്റിസ്റ്റ് വരെ, അത് കഴിഞ്ഞ് ജീസസ് ക്രൈസ്റ്റ് വന്നപ്പോൾ ജീസസ് ക്രൈസ്റ്റ് സ്വന്തമായിട്ടും
പറഞ്ഞ കാര്യങ്ങൾ ന്യായപ്രമാണത്തിനെ കുറിച്ചാണ്. എന്താണ് ഈ ന്യായപ്രമാണം? ന്യായപ്രമാണമാണ് തോറ അതുപോലെയുള്ള മറ്റു പുസ്തകങ്ങൾ. അതുവഴി ദൈവം തമ്പുരാൻ നമുക്ക് മനുഷ്യർക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള കമാൻഡ്മെൻറ്റ്സ്, എല്ലാ തരത്തിലുള്ള ഡൂസ് ആൻഡ് ഡോൺട്സ് നമ്മളെ അറിയിച്ചത് ന്യായപ്രമാണം വഴിയാണ്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് വന്നതും പറഞ്ഞതും ന്യായപ്രമാണം അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം. അതിനകത്തുനിന്ന് യാതൊരു പുള്ളിയോ വള്ളിയോ ഒന്നും മാറിപ്പോകാൻ പാടില്ല. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം പഴയ പ്രവാചകന്മാർ പറഞ്ഞ അതേ രീതിയിലാണ്, അതേ കാര്യമാണ് ജീസസ് ക്രൈസ്റ്റും പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് ജീസസ് ക്രൈസ്റ്റിൻ്റെ സമയം കഴിഞ്ഞ് പോള് വന്നതോടുകൂടി പോള് കാര്യങ്ങളൊക്കെ തിരുത്തി. പോള് പറഞ്ഞു ക്രൈസ്റ്റ് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ കയറി എന്ന് പറഞ്ഞു. ഈ തിയോളജി, ഇങ്ങനെ ഒരു സംഭവം അത് ഡെവലപ്പ് ചെയ്തെടുത്തതും അതിനെ പ്രചരിപ്പിച്ചതും ഇതെല്ലാം പോളാണ്. ഈ ബൈബിളിൽ തന്നെ ഈ പുതിയ നിയമത്തിൽ നമുക്കറിയാം 14 പുസ്തകങ്ങൾ പോളിൻ്റെയാണ്. അപ്പോൾ പകുതിയിലധികം പുസ്തകങ്ങൾ പോളിൻ്റെയാണ്. ഈ സെയിൻറ്റ് പോളിൻ്റെ പദ്ധതിയായിരുന്നു ഈ ജീസസ് ക്രൈസ്റ്റ് വന്നതും നമുക്ക് വേണ്ടിയാണ്. അതായത് നമ്മുടെ പാപത്തിൻ്റെ, നമ്മുടെ പണ്ട് ആദം മറ്റേ ആപ്പിൾ കഴിച്ചെന്ന് പറയുന്ന ആ പാപം അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതൊക്കെ നമ്മുടെ പാപങ്ങൾ മാറാൻ വേണ്ടി ആണ് ജീസസ് ക്രൈസ്റ്റ് വന്നത് എന്ന് പോള് പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞ് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. ക്രൈസ്റ്റ് വന്നതും മരിച്ചതും കുരിശിൽ കയറിയതും നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ഇത് 1 കൊറിന്ത്യൻസിൽ ചാപ്റ്റർ 15:3 കാണാം. ഇതേപോലെ തന്നെ അപ്പം പോള് പറയുന്ന കാര്യം, ഒരു ഇന്നസെൻ്റായ, അതായത് പാപരഹിതനായ ഒരു മനുഷ്യനെ, ദൈവത്തിൻ്റെ പുത്രനെ ദൈവം നമ്മുടെ പാപികളായ നമുക്ക് വേണ്ടി അയച്ചിട്ട് നമുക്ക് വേണ്ടി ബലി കർപ്പിച്ചു. ഇതാണ്. അപ്പം ഇത് ജീസസ് പഠിപ്പിച്ച കാര്യമല്ല, ജീസസിന് മുമ്പുള്ള ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല. ഇവിടെ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇത് യഥാർത്ഥത്തിൽ ഈ തിയോളജി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് ദൈവം ചെയ്ത വലിയൊരു അനീതിയായിട്ട് നമുക്ക് കാണാം. അതായത് ഇതുവരെ ഉള്ള ആൾക്കാർ, ജീസസ് ക്രൈസ്റ്റ് പോലും പഠിപ്പിച്ചത് ന്യായപ്രമാണം നിങ്ങൾ മുറുകെ പിടിക്കുക, അതിനെ ഫോളോ ചെയ്യുക എന്നാണ് ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ചത്. അപ്പം ജീസസ് ക്രൈസ്റ്റ് വരെയുള്ള, ആദം മുതൽ ജീസസ് ക്രൈസ്റ്റ് വരെയുള്ള ആൾക്കാരെല്ലാവരും മെനക്കെട്ട് ബുദ്ധിമുട്ടി, അതായത് അവരുടെ എല്ലാ ഈ സെൽഫ് റെസ്ട്രെയിൻ എന്ന് പറയാം, അതായത് സ്വന്തത്തെ കൺട്രോൾ ചെയ്ത് ബുദ്ധിമുട്ടി, പ്രാർത്ഥിക്കാനുള്ളത് പ്രാർത്ഥിച്ച്, പാവപ്പെട്ടവർ കൊടുക്കാനുള്ളത് പാവപ്പെട്ടവർ കൊടുത്ത്, വ്രതം വെക്കുന്നത് അത് വെച്ച്, നല്ല കാര്യങ്ങൾ ചെയ്ത് ബുദ്ധിമുട്ടി വേണം സ്വർഗത്തിലെത്താൻ. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് വരെയുള്ള ആൾക്കാർക്ക് ആ ബുദ്ധിമുട്ട് സഹിച്ച് ദൈവത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കണമായിരുന്നു. പക്ഷേ ജീസസ് ക്രൈസ്റ്റ് വന്നതോടുകൂടി എളുപ്പവഴിയായി, ഷോർട്ട് കട്ടായി. പോള് പറയുന്നത് ഈ ജീസസ് ക്രൈസ്റ്റ് വന്നത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ബലി കഴിപ്പിച്ച് നമ്മുടെ പാപങ്ങൾ അതിൽ നിന്ന് മാറിപ്പോയി. നമ്മൾ ഇനിയിപ്പം ജീസസ് ക്രൈസ്റ്റ് വന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ പാപങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് വന്നതെന്ന് നമ്മൾ അത് അംഗീകരിച്ചാൽ മാത്രം മതി, നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇതാണ് സെയിൻറ്റ് പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ കേരളത്തിലും നമ്മുടെ മലയാളി നമുക്കെല്ലാം അറിയാവുന്നൊരു വളരെ പ്രസിദ്ധമായ ഒരു വചനമാണ് നമുക്കറിയാവുന്നത്. പണ്ട് സിനിമയിലും കേട്ടിട്ടുണ്ട്, ഈ ജീൻ വാൾജിൻ്റെ സിനിമയിലും കേട്ടിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് പറയുന്നത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അത് നമ്മുടെ എല്ലാവരുടെയും, എല്ലാ മനുഷ്യരുടെയും, നമുക്കെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഇതിന് വിപരീതമാണ്. അതായത് എല്ലാ കുറ്റവാളികളുടെയും കുറ്റം ഏറ്റെടുത്ത് ഒരു നിരപരാധിയെ കുരിശിൽ കയറ്റാം. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇത് ദൈവം അയച്ചതാണ്, ദൈവം ചെയ്തു, നമുക്ക് വേണ്ടി ചെയ്തു എന്ന് പോളും മറ്റും പറഞ്ഞ് ഇത് ഒരു തിയോളജിയാക്കി മാറ്റി.
ഇതാണ് ഖുർആനും എടുത്ത് പറയുന്നത്. ഇല്ലില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. വമാ ഖതലൂഹു വമാ സലബൂഹു വലാക്കിൻ ശുബ്ബിഹ ലഹും. അള്ളാഹ് പറയുന്നത് അവർ ജീസസിനെ കൊന്നിട്ടുമില്ല, കുരിശ് കയറ്റിയിട്ടുമില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഓക്കെ, അത് അവർക്ക് തോന്നിയതാണ്. അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇത് മാത്രമല്ല, അത് നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു തിയോളജിയാണത്. എനിവേ, അടുത്തത് ഇനിയിപ്പം ജീസസ് ക്രൈസ്റ്റിനെ ദൈവം തമ്പുരാൻ ജീസസ് ക്രൈസ്റ്റിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അയച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ജീസസ് ക്രൈസ്റ്റും വളരെ ഇത് അറിഞ്ഞുകൊണ്ട്, അതായത് ഞാൻ ഒരു ബലിയാടാണ്, എന്നെ കുരിശി കയറ്റും എന്ന് അറിഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ വന്നിട്ട് ഈ കുരിശിൽ കയറ്റാൻ വേണ്ടി എത്രയോ ആൾക്കാർ പാപങ്ങൾ ചെയ്ത്, അതായത് ജൂദാസ് ഒറ്റുകൊടുത്ത്, ഓക്കെ, ജൂദാസിന് അത് ചെയ്യേണ്ടി വന്ന്, പിന്നെ കൂടാതെ റോമൻ പട്ടാളക്കാർ അവരും ഇതിനകത്ത് പങ്കുവഹിച്ചിട്ടുണ്ട്, പൈലേറ്റ്സിന് ഇതിനകത്ത് പങ്കുണ്ട്, പിന്നെ അതുപോലെ തന്നെ യഹൂദി പണ്ഡിതന്മാരുടെയും യഹൂദി നേതാക്കന്മാരുടെയും അവരുടെയും കൈകളിനകത്തുണ്ട്. അപ്പോൾ എത്രയോ ആൾക്കാർ പാപം ചെയ്തിട്ട് വേണം ഈ ഇന്നസെൻ്റ് ആയിട്ടുള്ള നിരപരാധിയായിട്ടുള്ള ഒരാളെ കുരിശി കയറ്റിയിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ പാപങ്ങൾ തീർക്കാൻ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് അറിഞ്ഞൂടെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, ഈ തിയോളജി യഥാർത്ഥത്തിൽ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് തിയോളജിയാണ്. അതായത് നമ്മുടെ പാപങ്ങൾ പരിഹരിക്കാനായിട്ട് ബലിയാടാകാനായിട്ട് ഒരാൾ വന്നു. അയാളെ മറ്റു പല ആൾക്കാരും പാപം ചെയ്ത് അവർ തെറ്റ് ചെയ്തിട്ട് വേണം ഈ വന്ന ആളെ യേശു ക്രിസ്തുവിനെ കുരിശി കയറ്റാൻ. റോമൻ പട്ടാളക്കാർ, പിന്നെ ജൂദാസ്, പൈലേറ്റ്സ്, യഹൂദി പണ്ഡിതന്മാർ, ഇവരെല്ലാം പാപം ചെയ്ത് എന്നിട്ടാണ് ജീസസ് ക്രൈസ്റ്റിനെ കുരിശി കയറ്റിയെന്ന് പറയുന്നത്. അപ്പോൾ ഈ പാപം മാറ്റാൻ വന്നത് പാപം ചെയ്തിട്ട് വേണം ഇത് കുരിശി കയറ്റേണ്ടത്. അപ്പം ഇതെല്ലാം കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളാണ്. ഇത് നടന്ന സംഭവമല്ല, പക്ഷേ ഇതാണ് ഇപ്പോൾ നമ്മുടെ ബൈബിളിൽ നമ്മൾ പഠിക്കുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രശ്നം. ഇതാണ് ആൾക്കാർക്കും അധികം പേർക്കും ബൈബിള് ശരിക്ക് വായിക്കുകയാണെങ്കിൽ, നിഷ്പക്ഷമായിട്ട് ബൈബിൾ വായിക്കുകയാണെങ്കിൽ ഇത് നാച്ചുറലി ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ്. ഇത് ആരുടെയും, അതായത് ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഈ ചോദ്യം തീർച്ചയായിട്ടും വരും. ഇതെങ്ങനെ സംഭവിച്ചു? അതായത് ഇതെല്ലാം ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസാണ്. പിന്നെ ഇതിനൊക്കെ ന്യായീകരിക്കാം, പക്ഷേ അറ്റ് ദ സെയിം ടൈം ബൈബിളിനകത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ വാക്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ കാര്യങ്ങൾ കാണാം. അതായത് ജീസസ് ക്രൈസ്റ്റ് പറയുകയാണ്, നിങ്ങളുടെ വലത് കണ്ണ് നിങ്ങളെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണ് നിങ്ങൾ എടുത്ത് കളയുക. ഒരു കണ്ണ് വെച്ച് നിങ്ങൾ സ്വർഗലോകത്തിലേക്ക് പോകുന്നതാണ് ഈ രണ്ട് കണ്ണുകളും വെച്ച് നിങ്ങൾ നഷ്ടത്തിലേക്ക് പോകുന്നേക്കാൾ നല്ലത്. ഇതുപോലെ തന്നെ കൈയിനെക്കുറിച്ചും കാലിനെക്കുറിച്ചും പറയുന്നത്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിക്കുന്നത് അതായത് മെനക്കെട്ട് വർക്ക് ചെയ്ത് ആ പഴയ നിയമത്തിലെ അതുവരെയുള്ള പ്രോഫറ്റ്സ് അവരെല്ലാം പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളാണ് ജീസസ് ക്രൈസ്റ്റും പഠിപ്പിച്ചത്. ന്യായപ്രമാണത്തിലുള്ള രീതിയിലാണ് ജീസസ് ക്രൈസ്റ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചത്. ജീസസ് ക്രൈസ്റ്റും നമുക്കറിയാം, ജീസസ് ക്രൈസ്റ്റ് യഹൂദിയായിരുന്നു. ജീസസ് ക്രൈസ്റ്റ് ന്യായപ്രമാണം ഫോളോ ചെയ്തിരുന്നു. ജീസസ് ക്രൈസ്റ്റ് പന്നിമാംസം കഴിച്ചിട്ടില്ല. ജീസസ് ക്രൈസ്റ്റ് പല കാര്യങ്ങളും മുസ്ലിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ജീസസ് ക്രൈസ്റ്റ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, മുസ്ലിങ്ങൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ ചര്യകൾ ക്രിസ്തുമത വിശ്വാസികൾ ഫോളോ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് വേറൊരു ടോപ്പിക്കാണ്. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ പാപം പരിഹരിക്കാനായിട്ട് സ്വമേധ അറിഞ്ഞുകൊണ്ട് വോളണ്ടറി ആയിട്ട് വന്നു എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ വരുന്ന ആളുടെ ഒരു നേച്ചർ ആയിരുന്നില്ല ജീസസ് ക്രൈസ്റ്റ് നമുക്ക് അവസാന ഘട്ടങ്ങളിൽ കാണിച്ചത്. ജീസസ് ക്രൈസ്റ്റ് ലൂക്കിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ പ്രാർത്ഥന, അതായത് ഇവർ പിടിക്കാൻ വരുമ്പോൾ ആ സമയത്ത് ജീസസ് ക്രൈസ്റ്റ് പ്രാർത്ഥിക്കുന്നത് സ്വന്തം വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ ആയിരുന്നു. അതായത് അത്ര ടെൻഷൻ. അപ്പോൾ സ്വന്തമായിട്ട് ഈ നടന്നു വന്ന് ഞാൻ വന്നിരിക്കുന്നു,
നിങ്ങളുടെ എല്ലാ പാപത്തിന് എന്നെ പരിഹാരമായിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്ന ആളല്ല. ആ ടെൻഷൻ നോക്കണം. ആ ടെൻഷനിൽ മനസ്സിലാകുന്നത് ജീസസ് ക്രൈസ്റ്റ് ഇത് 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 പൊരുത്തമില്ല, ഇത് അതിന് തയ്യാറായിട്ടല്ല വന്നത്. പിന്നെ ജീസസ് ക്രൈസ്റ്റ് ഡിസൈപ്പിൾസിൻ്റെ അടുത്ത് അനുയായികളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത് വാളുണ്ടോ? വാളില്ലാത്തവർ കുപ്പായം വിറ്റിട്ടെങ്കിലും വാൾ വാങ്ങിക്കുക. അപ്പോൾ അവർ പറഞ്ഞ് 2 വാളുണ്ട്, അത് മതി 2 വാൾ മതി. അപ്പോൾ ഇങ്ങനെ വാളെടുക്കുക. എന്തിനാണ് വാളെന്തിനാണ്? വാള് ആൾക്കാരായിട്ട് ഡിഫെൻസിന് വേണ്ടിയല്ലേ വാള്. അല്ലാതെ വാള് നമ്മൾ ഫ്രൂട്ട് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊന്നും അല്ലല്ലോ, ഭക്ഷണം പാകം ചെയ്യാനോ. ജീസസ് ക്രൈസ്റ്റ് വാളെടുക്കാൻ പറയുന്നു. എന്നിട്ട് ജീസസ് ക്രൈസ്റ്റ് പ്രാർത്ഥിക്കുകയാണ്, യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണേ. ഇനി എൻ്റെ ഇച്ഛയല്ല നിൻ്റെ ഇച്ഛ നടക്കട്ടെ. ഓക്കെ, അത് എല്ലാ നല്ല മുസ്ലിങ്ങൾ, അതായത് എല്ലാ നല്ല വ്യക്തികളും, മുസ്ലിം എന്ന് മലയാളത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അർപ്പിച്ച ആളാണ് മുസ്ലിം. അപ്പോൾ ഒരു നല്ല മുസ്ലിമിൻ്റെ രീതിയിലാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കണേ. ഇനി അതല്ല നിൻ്റെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നീക്കണമെന്ന് പറഞ്ഞ ആൾ ഇതിനു വേണ്ടി വന്ന ആളല്ലോ. അങ്ങനെ ഇതിനു വേണ്ടി വന്നതാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ ഇതിനു വേണ്ടി മാത്രമാണ് വന്നതെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ ആ സംഭവം, കുരിശിൽ കയറ്റുന്ന സംഭവം നടക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇതെന്നിൽ നീക്കണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ, അറിഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ. ഇനി അടുത്തത് ഹീബ്രൂസിൽ പറയുന്നത്, ദൈവം ജീസസ് ക്രൈസ്റ്റിൻ്റെ പ്രാർത്ഥന കേട്ടു. ഈ കേട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടു എന്ന് വെച്ചാൽ ദൈവത്തിന് അല്ലാതെ കേൾക്കത്തില്ലേ? ദൈവം എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ഈ കേട്ടു എന്ന് നമ്മൾ പറയുന്നത് ഉത്തരം നൽകിയെന്നാണ്, അതായത് അത് അപ്രൂവ് ചെയ്തു എന്നാണ് കേട്ടു എന്നുള്ള ആ ലാംഗ്വേജ് നമ്മൾ പലയിടത്തും ഉപയോഗിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം ഞാൻ ചോദിച്ച കാര്യം ചെയ്തു തന്നു, ഇതാണ് അവിടെ ഉദ്ദേശിച്ചത്. ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് ഹീബ്രൂസിൽ പറയുന്നു. ഓക്കെ, ഇനി വേറെ കാര്യം, കുരിശിൽ കയറിയിട്ട് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല, ഖുർആൻ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിനൈ ചെയ്യുന്നു. ഓക്കെ, ഇനി കുരിശിൽ കയറിയിട്ട് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ അവസാനത്തെ വാക്ക് മത്തായി മാർക്ക് പറയുന്നത്, എലായി ലമ സബക്താനി, കർത്താവേ നീ എന്നെ എന്തുകൊണ്ട് കൈവിട്ടു. ഓക്കെ, ഇത് ബലിയായിട്ട് വന്ന ഒരാളുടെ ഒരു വാക്കല്ല, അങ്ങനെയല്ല പറയേണ്ടത്. എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു എന്ന് ദൈവത്തിനോട് ജീസസ് ക്രൈസ്റ്റ് കംപ്ലൈൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് കാര്യമായ ഒരു പ്രശ്നമാണ്. ഇത് നമുക്കെല്ലാവർക്കും ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിപ്പം ഈ പറയാൻ കാരണം, ഇത് മുമ്പിൽ കൊണ്ടുവരാൻ കാരണം, നമുക്ക് വളരെ തുച്ഛമായ ഈ വർഷങ്ങളെ നമുക്ക് ജീവിതമുള്ളൂ. ഓക്കെ, എല്ലാവർക്കും, അത് നമ്മുടെ മനുഷ്യരാശിക്ക് മൊത്തം ചിലപ്പോൾ 60 വയസ്സോ 50 വയസ്സോ 100 വയസ്സോ നമ്മൾ ജീവിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കും. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഈ തിയോളജി കേടായി കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ജീസസിന് പകരം, ജീസസ് വന്ന് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് പകരം ഞാൻ ഇനി ഫോളോ ചെയ്തു പോയത് സെയിൻറ്റ് പോളിനെ ആണെങ്കിൽ പിന്നെ അവിടെ എത്തുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ തെറ്റുപറ്റിപ്പോയി എന്ന് പറയാനുള്ള സമയമില്ല, തിരിച്ചു പോയി കറക്റ്റ് ചെയ്യാനുള്ള സമയം അവിടെയില്ല, ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിപ്പോയി അല്ലേ. അപ്പോൾ ഇവിടെ നോക്ക്, സെയിൻറ്റ് പോൾ പറഞ്ഞൊരു കാര്യം, ഇത് വളരെ രസകരമായൊരു കാര്യമാണ്. സെയിൻറ്റ് പോൾ പറഞ്ഞൊരു കാര്യം, ഇത് വായിച്ചാൽ മതി നമുക്കൊന്ന് ഇരുന്ന് ആലോചിക്കാൻ. ശരിക്കും ആലോചിച്ചേ പറ്റൂ. ആലോചിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമുക്ക് സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഇവിടെ സെയിൻറ്റ് പോൾ പറയുന്നൊരു കാര്യം, ഇത് ഗലേഷ്യൻസിൽ 3:13 ഓക്കെ അതിലുള്ളതാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങിയിരിക്കുന്നു. ഇവിടെ സെയിൻറ്റ് പോൾ പറയുന്നത്, ഈ ക്രിസ്തീയ പണ്ഡിതന്മാർ പറയുന്ന ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ, അതായത് ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഓക്കെ, പഴയ നിയമം, അതായത് നമ്മുടെ ന്യായപ്രമാണം നമ്മളെല്ലാവരും ഫോളോ ചെയ്യണം അല്ലേ, നമ്മളെല്ലാവരും ഫോളോ ചെയ്യണം. പക്ഷേ ന്യായപ്രമാണം ഫോളോ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുകൊണ്ട്, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ വീക്കാണ്, നമുക്ക് നമ്മുടെ താല്പര്യങ്ങളുണ്ട്, നമ്മുടെ പല കാര്യങ്ങളുണ്ട്, നമ്മളറിയാതെ കള്ളം പറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ വീക്കാണ്, മനുഷ്യർ വീക്കാണ്, അത് അക്സെപ്റ്റഡാണ്. ന്യായപ്രമാണം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീക്കായത് കാരണം ആ ന്യായപ്രമാണം ഫോളോ ചെയ്യുന്നതിൽ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റുകൾ വരും.
അപ്പം നമ്മൾ ശപിക്കപ്പെട്ടവരാകും. അതുകൊണ്ട് ന്യായപ്രമാണം മൊത്തത്തിലങ്ങ് മാറ്റി വെക്കാം. ഓക്കെ, ന്യായപ്രമാണം നല്ലതാണ്, ന്യായപ്രമാണം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ നമുക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ ന്യായപ്രമാണം ഒന്ന് സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് ജീസസ് ക്രൈസ്റ്റ് നമുക്ക് വേണ്ടി വന്നത് നമ്മുടെ പാപങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ജീസസ് ക്രൈസ്റ്റ് വന്നു. അപ്പോൾ ഈ വഴിക്ക് പോയാൽ ന്യായപ്രമാണം അതിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഇതാണ് പോൾ ഉദ്ദേശിക്കുന്നത്. അത് എന്തൊരു അനീതിയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ. ഈ അനീതിയാണ്, ഇത് ഞാൻ അടിവരയിട്ട് പറയും, ഈ അനീതി ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതല്ല, ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ച കാര്യമല്ല പോൾ പഠിപ്പിച്ചത്. ഇത് കാരണമായിട്ടാണ് ജീസസ് ക്രൈസ്റ്റ് അവസാന നാളിൽ നമുക്കറിയാം, ജീസസ് ക്രൈസ്റ്റിൻ്റെ ഇത് മാത്യുവിൽ നമുക്ക് കാണാം 7:21 മുതൽ 23 വരെയുള്ള വചനങ്ങൾ കാണാം. ജീസസ് ക്രൈസ്റ്റ് അവസാന നാളിൽ പറയും, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗത്തിൽ കടക്കുന്നത്. ഓക്കെ, എന്നിട്ട് ജീസസ് ക്രൈസ്റ്റ് പറയാണ്, ഈ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് പറയും, കർത്താവേ കർത്താവേ ഞങ്ങൾ നിങ്ങളുടെ കർത്താവിൻ്റെ പേരിൽ ഞങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട് എന്നൊക്കെ ആൾക്കാർ വന്ന് പറയും. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഇവിടുത്തെ പറയാണ്, നിങ്ങളെ എനിക്ക് അറിഞ്ഞുകൂടാ, മാറ്, എൻ്റെ അടുത്ത് പൊയ്ക്കോ, ഇവിടുന്ന് പൊയ്ക്കോ. അതായത് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്, എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് നിൽക്കണ്ട, ഇവിടെ നിൽക്കണ്ട. ആരെക്കുറിച്ചായത്? മുസ്ലിങ്ങൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ പേരിൽ പ്രവചിക്കത്തില്ല, മുസ്ലിങ്ങൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ പേരിൽ ഭൂതങ്ങളെ ഇറക്കത്തില്ല, മുസ്ലിങ്ങൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ പേരിൽ ഒന്നും ചെയ്യത്തില്ല. ജീസസ് ക്രൈസ്റ്റിനെ റെസ്പെക്റ്റ് ചെയ്യും, ജീസസ് ക്രൈസ്റ്റിനെ ആ മെസ്സേജ് കൊണ്ടുവന്ന മെസ്സേജിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു, ജീസസ് ക്രൈസ്റ്റിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, ജീസസ് ക്രൈസ്റ്റിൻ്റെ അമ്മയെ റെസ്പെക്റ്റ് ചെയ്യുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ ജീസസ് ക്രൈസ്റ്റിൻ്റെ നാമത്തിൽ നമ്മൾ ഭൂതങ്ങളെ ഇറക്കുകയോ പ്രവചിക്കുകയോ അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ഒന്നും ചെയ്യത്തില്ല. ഇത് ക്രിസ്ത്യാനിനെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട്? കാര്യം ഇതാണ് കാര്യം, ജീസസ് ക്രൈസ്റ്റ് കൊണ്ടുവന്നത് ആ നിയമം, പഴയ നിയമം, ന്യായപ്രമാണം അത് ഫോളോ ചെയ്യുക എന്നാണ് ജീസസ് ക്രൈസ്റ്റ് കൊണ്ടുവന്ന മെസ്സേജ്. പക്ഷേ അതിനെ മാറ്റി വെച്ച്, കാരണം അത് ചെയ്താൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതങ്ങ് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ പന്നിമാംസം കഴിച്ചോ, നിങ്ങൾ വെള്ളം അടിച്ചോ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മാർക്കം ചെയ്യേണ്ട, ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളിപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യമില്ല, അതൊക്കെ മാറ്റി വെക്ക്. ഇനിയിപ്പോൾ ജീസസ് ക്രൈസ്റ്റിനെ നമുക്ക് നമ്മുടെ പാപമോചനത്തിനായി വന്നു എന്ന് നമ്മൾ അംഗീകരിക്കുക, ബാക്കിയൊക്കെ ഓക്കെയാണ്, ഈസി ലൈഫ്. ഇതാണ് സെയിൻറ്റ് പോൾ പഠിപ്പിച്ചത്. അപ്പം എൻ്റെ ചോദ്യമുള്ളത്, നമ്മൾ സെയിൻറ്റ് പോളിനെ ഫോളോ ചെയ്യണോ അല്ല ജീസസ് ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യണോ? ഇതാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യം, അതിൻ്റെ ഉത്തരം കാണാൻ നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ, നമ്മളെല്ലാവരും നേർപാതയിലേക്ക് നയിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു.